ഹലോ ഗായ്സ്, ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. ഷാജി അപ്പം ഷാജിയെക്കുറിച്ച് പറയാൻ തന്നെയാണ്. ഇന്നലെ രാത്രി അവൾ എന്തൊക്കെയോ ലൈവിലിട്ടിട്ട് വീണ്ടും എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും എന്തൊക്കെയൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പോരാത്തന്നെ അവൾ ഇന്ന് കമൻറ്റിലും വന്നിട്ട് കുറേ മറുപടി വന്നിട്ടുണ്ട്. സന്തോഷം, തൃപ്തിയായി, വയറ് നിറഞ്ഞു. ഇന്നിപ്പോൾ ചായ കുടിക്കേണ്ട ടൈമാണ്. ചായ കുടിക്കണ്ട, ആ മെസ്സേജ് വായിച്ചാൽ മതി, കമൻറ്റ് ബോക്സ് ഒന്ന് വായിച്ചാൽ മതി. പിന്നെ ഷാജി, നീ അവിടെയും ഇവിടെയും പോയിരുന്നിട്ട് എന്തിനാ വെറുതെ ഓരോന്ന് പറയണേ? നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ മുന്നിൽ വന്നിട്ട് സംസാരിക്ക്. നീ നിൻ്റെ വീട്ടിലേക്ക് വാ എന്ന് പറയും. എന്നിട്ട് വീട്ടിൽ വന്നാൽ ആരും ഉണ്ടാവില്ല, വീട്ടിലേക്ക് വരുന്നുമില്ല, അത് വേറെ കാര്യം. നിൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ പിഞ്ചു പൈതങ്ങളിൽ എന്ത് ചെയ്യാനാ? അതളാണെങ്കിൽ പാവങ്ങൾ ഒന്നും അറിയില്ല. അതിൽ കുറച്ച് വിവരമൊക്കെ വയ്ക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും എൻ്റെ ഉമ്മ എങ്ങനെയാണ്, എങ്ങനത്തോളാണെന്ന് മനസ്സിലാവും. പിന്നെ കണ്ണി കണ്ട അവിടെ പോലാടാൻ പോയിട്ട് അവൾ കടന്ന് തളച്ച് പറയുക എൻ്റെ ഉപ്പാനും എനിക്ക് എന്ത് യോഗ്യതയുള്ളത് എൻ്റെ ഉപ്പാനും പറയാൻ? എന്നിട്ട് ഞാൻ എത്ര വട്ടം പറഞ്ഞു, കൊണ്ടോട്ടിയിൽ നിന്ന് വന്നതല്ല എൻ്റെ ഉമ്മ. എൻ്റെ ഉമ്മാൻ്റെ വീട് കോട്ടക്കൽ ചെങ്കുവെട്ടി മുല്ലപ്പറമ്പ്. അത് നീ കേട്ടിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയാം. അതായത് ഷാജ, എന്തിൻ്റെ സൂക്കട്ട് കണക്ക്? എന്തിനാ നീ വെറുതെ വീട്ടിലിരിക്കണവരെന്നെ വിളിക്കുന്നു? നീ എന്നെ വേണമെങ്കിൽ പറഞ്ഞോ, എന്നെ വേണമെങ്കിൽ നീ എന്തും പറഞ്ഞോ, ഒരു കുഴപ്പമില്ലേക്ക്. പക്ഷെ എൻ്റെ മരിച്ചുപോയ ഉപ്പാനെ എന്തിനാ നീ പറയണം? എന്താ അതിൻ്റെ ആവശ്യം? നിൻ്റെ ഉപ്പാക്ക് ഞാൻ വിളിക്കണ്ടോ? നീ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ മാത്രമേ ഞാൻ അങ്ങോട്ട് വിളിക്കുള്ളൂ. എന്തിനാ നീ ഇങ്ങോട്ട് വിളിക്കുന്നു? എന്താ അതിൻ്റെ ആവശ്യം? നിനക്കും ഉമ്മയുപ്പയുള്ളതല്ലേ? അതൊന്നും ആലോചിച്ചൂടെ? നിനക്ക് നിൻ്റെ മക്കളില്ലേ? മക്കൾ നിൻ്റെ ഉമ്മ എന്നല്ലേ വിളിക്കുന്നു, വേറെ ഒന്നുമല്ലല്ലോ വിളിക്കുന്നു. പിന്നെ നീ വെറും തീട്ടം തന്നെ പറയുന്നുള്ളൂ. നിൻ്റെ മനസ്സിൽ അതന്നെ ഉള്ളൂ. പിന്നെ അവിടെ കണ്ണി കണ്ട ആൾക്കാരുടെ കൂടെ പോയി ഉണ്ടാക്കാൻ പോയിട്ട് അവൾ എൻ്റെ പെങ്ങന്മാരുടെ കാര്യങ്ങൾ പറഞ്ഞെടുക്കുക. ഈ വീട്ടിൻ്റെ അടുത്തുള്ള ക്വാർട്ടേഴ്സിൽ ആരിനടി കയറ്റിയത്? കബീർ അളിയൻ മരിക്കുന്നതിന് മുന്നേ നീ ആരിനെ കയറ്റിയത്? എന്നിട്ട് തെളിവ് കൊണ്ടുപോവാ. എന്തു പറഞ്ഞാലും നിൻ്റെ ഒരു തെളിവ്, ആ തെളിവൊന്നും നികത്തടി. യൂട്യൂബിൽ ഇടടി തെളിവ്. അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ യൂട്യൂബിൽ ഇടടി. തെറി വിളിച്ചതല്ല, നീ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടു തെറി വിളിച്ചത്. അത് എപ്പോഴോ ഉണ്ടായ പ്രശ്നം. ഈ വോയിസ് അവൾ കേസും കൊടുത്ത് ആ കേസ് ഒത്തുതീർപ്പായി. എന്തിനാ ഷാജിയെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും എടുത്ത് വിടുന്നു? എൻ്റെ കുറേ കഥകളുണ്ടാവും, നാട്ടുകാർക്കൊക്കെ അറിയും. നാട്ടുകാരെന്താ അറിയുക, ഒന്നും മുൻകൈ എടുത്ത് നിൽക്കാത്ത അവരും നാണം കെടും. നിൻ്റെ കാര്യത്തിന് വന്ന് അവരും നാണം കെടും. എന്തിനാ വെറുതെ എന്ന് പറഞ്ഞിട്ടാണ് അവരിങ്ങനെ നിൽക്കണം, മുണ്ടാണ്ട് എല്ലാം കേട്ട് നിൽക്കണത്. ഈ വെറുതെ